ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇംഗ്ലണ്ടിൻ്റെ 18th സെഞ്ച്വറിയിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അലക്സാണ്ടർ പോപ്പിൻ്റെ പോയത്തിനെ പറ്റി പറഞ്ഞു. അലക്സാണ്ടർ പോപ്പ് ഒരേ സമയം സറ്റൈറിക്കൽ പോയംസും ഡിഡാക്റ്റിക് ട്രീറ്റിസ് ലൈക്ക് പോയംസും എഴുതിയിരുന്നു. അപ്പോൾ അതിൽ രണ്ടും ഹീറോയിക് കപ്ലറ്റാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ അലക്സാണ്ടർ പോപ്പിൻ്റെ പോയത്തിനകത്ത് കൂടുതലും അർബൻ ബാക്ക്ഗ്രൗണ്ടുകളാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഒരു അർബൻ ബാക്ക്ഗ്രൗണ്ടിനോടുള്ള ഒരു 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 അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അർബൻ ലൈഫിനോടുള്ള ഒരു ചായ്വ് നമുക്ക് പലപ്പോഴും അലക്സാണ്ടർ പോപ്പിൻ്റെ പോയംസിനകത്ത് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നിയോ ക്ലാസിക്കൽ പോയട്രിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിട്ടാണ് അലക്സാണ്ടർ പോപ്പ്. അത് കഴിഞ്ഞ് നിയോ ക്ലാസിക്കൽ പോയട്രിയുടെ ഒരു അവസാനത്തോടു കൂടി വരുന്നതാണ്, അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ പോയട്രിയുടെ പാർട്ടല്ല, പക്ഷെ ആ ഒരു പീരീഡിൽ തന്നെ ഡെവലപ്പ് ചെയ്ത മറ്റൊരു പോയറ്റിക് ഫോമാണ് എലജി. എലജി എന്ന് പറഞ്ഞാൽ വിലാപകാവ്യം. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു നിർത്തിയത്, വിലാപകാവ്യത്തിനെ പറ്റി. അപ്പോൾ എലജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേ ആണ് മെയിൻ ആയിട്ടുള്ള എലജി റൈറ്റർ. തോമസ് ഗ്രേയുടെ എലജീസൊക്കെ നമുക്ക് വളരെ ഫേമസ് ആണ്. അപ്പോൾ എലജീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കുറച്ച് മെലങ്കളി അല്ലെങ്കിൽ സാഡ് സ്റ്റൂണാണ്, ഒരു സാഡ്നെസ്സിൻ്റെ സഫറിങ്ങിൻ്റെ ഒക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് സഫറിങ്ങിലൂടെ കടന്നു പോകുന്നതായിട്ട് നമ്മളുടെ പോയിട്ട് കാണിക്കുന്നത് മെയിൻലി റൂറൽ ഫോക്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ്ലി അർബൻ ലൈഫ് നല്ലതാണെന്നോ അല്ലെ അർബൻ സിവിലൈസേഷനാണ് ബെറ്റർ എന്നോ പറയുന്നില്ല, പക്ഷേ ഇൻഡയറക്റ്റ്ലി അത് നമുക്ക് അത് പോയം വായിച്ച് കഴിയുമ്പോൾ കിട്ടും. അതായത് ത്രൂ ഔട്ട് ഈ വിലാപകാവ്യത്തിനകത്ത് എലജീസിനകത്ത് മെയിൻലി റൂറൽ ഫോക്സ് അവർക്ക് ഡിപ്രൈവ് ചെയ്യപ്പെട്ടുപോയ ഓരോ റൈറ്റ്സ്, അല്ലെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പ്ലൈറ്റ്, കോമൺ റൂറൽ ഫോക്ക് നേരിടുന്ന പ്ലൈറ്റ്സ് ആണ് മെയിൻലി എലജീസിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പം അതിൽ നിന്ന് നമുക്ക് വായിച്ച് തീർക്കുമ്പോൾ ഈ എലജീസൊക്കെ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തൊരു ഐഡിയ കിട്ടും? സിവിലൈസ്ഡ് ആയിട്ട് സിറ്റീസിൽ ജീവിക്കുന്നവരാണ് ബെറ്റർ. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും സിറ്റീസിൽ ജീവിക്കുന്ന സിവിലൈസേഷൻ എല്ലാം ഡിപ്രൈവ് ചെയ്യപ്പെട്ട റെസ്റ്റിക് ആയിട്ടുള്ള ആളുകളാണ് ഈ റൂറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ എന്നൊക്കെ ഉള്ളവരണം കിട്ടും. അതായത് ഒരിക്കലും നമുക്കറിയാം കൺട്രി ലൈഫിൽ അതിൻ്റേതായ ഒരു ബ്യൂട്ടി ഉണ്ട്, പക്ഷേ എന്തില്ല ഈ ഒരു പോയത്തിനകത്ത് ത്രൂ ഔട്ട് പറയുന്നത് സിറ്റി ലൈഫാണ് ബെറ്റർ എന്നുള്ള രീതിയിൽ ഒരു ഇൻഡയറക്റ്റ് കൊണോട്ടേഷൻ കൊടുക്കുന്നുണ്ട്. സിറ്റി ലൈഫിനുള്ള എല്ലാ സിവിലൈസേഷനും ഡിപ്രൈവ് ചെയ്യപ്പെട്ടു പോയ പാവപ്പെട്ട മനുഷ്യരാണ് ഈ റൂറൽ ലൈഫ് എന്നുള്ള രീതിയിലാണ്, റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കുന്ന കോമൺ പീപ്പിൾ എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് പറയുന്നത്. സോ ഒരിക്കലും ആ കൺട്രി സൈഡിൻ്റെ ബ്യൂട്ടീനെ, അവരുടെ വേ ഓഫ് ലൈഫിനെ അതേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള എലജീസിന് കഴിഞ്ഞില്ല. അപ്പം ഇത് ഇന്നേ വേ അത് സജസ്റ്റ് ചെയ്യുകയാണ് സിവിലൈസേഷനാണ് ബെറ്റർ, കൺട്രി സൈഡിനേക്കാളും നല്ലത് അർബൻ ബാക്ക്ഗ്രൗണ്ട് ആണ് എന്നുള്ള ഒരു രീതിയിലുള്ളൊരു ഇൻഡയറക്റ്റ് സജഷനും നമുക്ക് കാണാൻ പറ്റും. സോ ത്രൂ ഔട്ട് ഈ എലജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലാമെന്റ് ഓവർ ദി ഡിപ്രവേഷൻ ഓഫ് ദി റെസ്റ്റിക്സ്. എന്തൊക്കെ ഇല്ല, ഒത്തിരി കാര്യങ്ങൾ റൂറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് ഒത്തിരി നല്ല വശങ്ങളുണ്ട്, പക്ഷെ അതൊന്നും കാണിക്കാതെ ആ റൂറൽ ലൈഫിൽ ജീവിച്ചത് വേറൊരു വഴിയില്ലാഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അവർ വളരെ സഫർ ചെയ്യാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. സോ അപ്പം ഇതിനെല്ലാം ഇത് റൊമാൻറ്റിക് പോയട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, റൊമാൻറ്റിക് പോയട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രി സൈഡിനെ പ്രേസ് ചെയ്യുന്നത്, കൺട്രി സൈഡാണ് അല്ലെങ്കിൽ പ്രീ സിവിലൈസ്ഡ് സൊസൈറ്റിയാണ് എന്ന് ഏറ്റവും നല്ലതെന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പോയട്രിയാണ്. നേച്ചറിലേക്ക് തിരിച്ചു വരൂ, റൂറൽ ലൈഫിലേക്ക് തിരിച്ചു വരൂ, റൂറൽ ലൈഫിലാണ് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള സോൾസ് ഉള്ളത് എന്നുള്ളതൊക്കെ പറയുന്നതാണ് റൊമാൻറ്റിക് പോയട്രി. അപ്പോൾ റൊമാൻറ്റിക് പോയട്രിയും എലജിയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. എലജിക്കകത്ത് റൂറൽ ലൈഫ് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഡിപ്രൈവ് ചെയ്യപ്പെട്ടതാണ്, റൂറൽ ലൈഫിൽ ഇതിനേക്കാളും ബെറ്റർ അർബൻ ലൈഫാണ്, അല്ലെങ്കിൽ അർബൻ ലൈഫിൻ്റെ എന്തൊക്കെയോ നിഷേധിക്കപ്പെട്ടവർ വളരെ ദയനീയരായി ജീവിക്കുന്നവരാണ് റൂറൽ ലൈഫിലുള്ള ആളുകൾ എന്നുള്ള രീതിയിലുള്ള ഒരു വിലാപ കാവ്യങ്ങളാണ് എലജീസ് എന്ന് പറയുന്നത്. പക്ഷേ റൊമാൻറ്റിക് പോയട്രിയിലേക്ക് വരുമ്പോഴത്തേനും റൂറൽ ലൈഫിനെ പ്രൈസ് ചെയ്യുന്ന, റൂറൽ ലൈഫാണ് അർബൻ ലൈഫിനേക്കാളും ഫാർ ബെറ്റർ, സിവിലൈസേഷനേക്കാളും നല്ലത് ആ പ്രീ സിവിലൈസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ കടന്നു ചെല്ലാത്ത റൂറൽ ലൈഫാണ് ബെറ്റർ എന്ന് പറയുന്നതാണ് നമ്മളുടെ റൊമാൻറ്റിക് പോയട്രി എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 18th സെഞ്ച്വറി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ പറ്റി പറഞ്ഞു, അലക്സാണ്ടർ പോപ്പിനെ പറ്റി പറഞ്ഞു, അലക്സാണ്ടർ പോപ്പിൻ്റെ ഹീറോയിക് കപ്ലറ്റ്സിനെ പറ്റി പറഞ്ഞു, പിന്നെ നമ്മൾ എലജീനെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ എലജി ഈസ് ഫോളോഡ് ബൈ റൊമാൻറ്റിക് പോയട്രി. അപ്പോൾ റൊമാൻറ്റിക് പോയട്രി ഈ എലജിക്കെതിരെയും ഈ നിയോ ക്ലാസിക്കൽ പോയട്രിക്കെതിരെയും ഒക്കെ ഉള്ളൊരു
ഒരു ഔട്ട്ബ്രേക്ക് ലൈക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. It is mainly against this faith in urban civilization that Wordsworth mounts his attack in the preface to the lyrical ballads. ഈ ഒരു ഇപ്പം നമ്മുടെ സറ്റയർ അലക്സാണ്ടർ പോപ്പിൻ്റെ സറ്റയറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ അർബൻ ലൈഫാണ്. സോ അപ്പം അർബൻ സിവിലൈസേഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് അലക്സാണ്ടർ പോപ്പ് എഴുതിയിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എലജി വായിക്കുമ്പോഴും അർബൻ സിവിലൈസേഷനിലാണ് ഹോപ്പ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്നുള്ള രീതിയിലാണ് എലജിയും പറയുന്നത്. സോ അപ്പോൾ അത്തരത്തിലുള്ള അർബൻ സിവിലൈസേഷനുള്ള ഫെയ്ത്തിനെയാണ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് ലിറിക്കൽ ബാലഡ്സിൻ്റെ പബ്ലിക്കേഷൻ വരുന്നത്. ഹി വാസ് ഇൻസ്പയർഡ് ബൈ റൂസോസ് പ്രൈസ് ഓഫ് ദി ഹോൾസം ഇൻഫ്ലുവൻസ് ഓഫ് നേച്ചർ. Urbanization initiates an alienation from the benign and curative rural ambience of nature. അപ്പോൾ ഈ റൂസോയും റൊമാൻറ്റിസിസം കണക്ഷൻ, ഫാദർ ഓഫ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് റൂസോയാണ്. അപ്പോൾ ആ ഒരു റൂസോയുടെ തിയറി വേർഡ്സ്വർത്തിനെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിരുന്നു. കാരണം റൂസോ എപ്പോഴും പറയുന്നുണ്ട്, ഈ നേച്ചറിൻ്റെ ഇൻഫ്ലുവൻസിനെ പറ്റി പറയുന്നുണ്ട്. അർബനൈസേഷൻ ആണ് ഒരു വിധത്തിൽ ഹ്യൂമൻ ബീയിങ്സിനെ അവരുടെ ആ ഒരു നേച്ചറിൽ നിന്ന് അകത്തിയത്, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ഹ്യൂമൻ ബീയിങ്സിനെ ഏലിനേറ്റ് ചെയ്തത് അർബനൈസേഷൻ ആണെന്ന് പറയുന്നുണ്ട് റൂസോ. Rousseau had also spoken the corruption of morals caused by the rapid progress of urban culture. He was skeptical of the belief that morality was a construct of civilization, as the innocence of collective life in the beginning soon gave way to selfishness and greed. പിന്നെ റൂസോ പറയുന്നുണ്ട്, ഈ ആളുകൾ ഒത്തിരി മോറലി ഇൻകറപ്റ്റ് ആവാനുള്ള റീസൺ എന്താണ്? ഈ റാപ്പിഡ് പ്രോഗ്രസ് തന്നെയാണ്, അർബൻ കൾച്ചറിലുള്ള ഈ റാപ്പിഡ് പ്രോഗ്രസ് തന്നെയാണ് ഈ ഹ്യൂമൻ ബീയിങ്സിനെ ഇമ്മോറലാക്കി മാറ്റിയത്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ ബേസിക്കലി വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, സിവിലൈസേഷൻ ആണ് മൊറാലിറ്റി കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ സിവിലൈസേഷൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊറാലിറ്റി എൻഷുർ ചെയ്യുന്ന ഒരു കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എഗെയിൻ റൂസോ അതിനെ ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു സിവിലൈസേഷൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു കളക്റ്റീവ് ലൈഫ് പിന്നീട് മുമ്പോട്ട് പോകും തോറും സെൽഫിഷ്നെസ്സിലേക്കും ഗ്രീഡിനെസ്സിലേക്കും ഒക്കെ പോകും. ഹ്യൂമൻ മൈൻഡ്സിനെ എന്താ പറയുക, ഇമ്മോറൽ ആക്കുന്ന, കറപ്റ്റഡ് ആക്കുന്ന ഒരു കാര്യമാണ് സിവിലൈസേഷൻ, റാദർ ദാൻ എൻഷുറിങ് മൊറാലിറ്റി എൻഷുർ ചെയ്യുന്നതിനേക്കാളും കറപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ റൂസോസ് നോബൽ സാവേജസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് നേച്ചർ വാസ് നോട്ട് മോറൽ ഇൻ ദ മോഡേൺ സെൻസ് ഓഫ് ദി ടൈം. പിന്നെ നോബൽ സാവേജ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം നേരത്തെ റൂസോയുടെ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അപ്പം നോബൽ സാവേജ് എന്ന് പറഞ്ഞ ആൾ ഹീ ഷുഡ് ഹാവ് ബീൻ അമ്മോറൽ ബട്ട് സൈറ്റ് ഓഫ് സഫറിങ് മൂഡ് ഹിം ഇൻ ടു സിമ്പതി ഓർ പിറ്റി. ഇന്ന് നമ്മൾ കാണുന്ന മൊറാലിറ്റി രീതിയിലായിരിക്കില്ല. ഇപ്പോൾ നമ്മൾ മൊറാലിറ്റിക്ക് കുറേ ഒരു എന്താ പറയുക, മൊറാലിറ്റിക്ക് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ പറയുകയാണെങ്കിൽ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നവരായിരിക്കില്ല റൂറൽ ലൈഫിലുള്ള ആളുകൾ. നമ്മളിങ്ങനെ ചില തമിഴ് ഫിലിംസൊക്കെ കാണാറുണ്ട്. നമ്മൾ ഈ വിചാരിക്കുന്ന ഒരു മൊറാലിറ്റിയുടെ ഇതുണ്ടല്ലോ, ഒച്ചത്തിൽ സംസാരിക്കാതിരിക്കുക, തെറി വിളിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ച് നോക്കുമ്പം നമ്മുടെ അല്ല സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പം ആ മൊറാലിറ്റിയുടെ കാര്യങ്ങളൊന്നും അവരിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഒരു സഫറിങ് വരുമ്പോൾ, ഒരു പെയിൻ വരുമ്പോൾ അവർ വേഗം മറ്റൊരാൾ സഫർ ചെയ്യുന്ന കാണുമ്പോൾ അവർ വേഗം ഇൻവോൾവ് ചെയ്യും. യഥാർത്ഥ സിവിലൈസേഷൻ അല്ലെ യഥാർത്ഥ മൊറാലിറ്റി എന്ന് പറയുന്നത് അതാണല്ലോ. അല്ലാതെ കുറേ നിയമങ്ങൾ അനുസരിക്കുന്നത്, വളരെ പതുങ്ങി സംസാരിക്കുന്നത്, എന്താ പറയുക, ആളുകളോട് നന്നായി സംസാരിക്കുന്നത്, നന്നായി പെരുമാറുന്നത്, ഇത് മാത്രമല്ല മൊറാലിറ്റി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ മൊറാലിറ്റി എന്താണ്? നമ്മളെപ്പോലെ മറ്റൊരാൾ സഫർ ചെയ്യുമ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള മൊറാലിറ്റി ഈ റൂറൽ ലൈഫിൽ കാണാൻ പറ്റുമെന്നാണ് റൂസോ പറഞ്ഞത്. സോ അപ്പം ഈ ഒരു സിവിലൈസേഷൻ്റെ പേഴ്സ്പെക്റ്റീവിലുള്ള മൊറാലിറ്റി കാണാൻ പറ്റുന്നില്ലെങ്കിലും ഒരു സിമ്പത്തിയുടെയും ആ ഒരു സഫറിങ്ങിലൊക്കെ സിമ്പത്തൈസ് ചെയ്യുന്ന, പിറ്റി ചെയ്യുന്ന ആ ഒരു മൊറാലിറ്റി നമുക്ക് ഈ ഒരു സാധാരണ റൂറൽ ലൈഫിലുള്ള ആളുകളിൽ കാണാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മോറൽ ഇൻകറപ്റ്റ് ചെയ്യുന്ന ഒന്നാണ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റൂറൽ ലൈഫ് അർബൻ ലൈഫിനേക്കാൾ ഫാർ ബെറ്റർ ആണെന്നുള്ളൊരു ഒപ്പീനിയനായിരുന്നു റൂസോയ്ക്കുള്ളത്. ഇനി പല കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതേ ഒരു വ്യൂ പോയിന്റിലാണ് റൊമാൻറ്റിസിസം വളർന്നു വന്നത് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് വേർഡ്സ്വർത്ത് ആൻഡ് കോളറിഡ്ജ്. ഇനി നമുക്ക് വേർഡ്സ്വർത്തിലേക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് വേർഡ്സ്വർത്തിലേക്ക് പോവാം. അപ്പോൾ വേർഡ്സ്വർത്തിൻ്റെ വേർഡ്സ്വർത്തിലേക്ക് നമുക്ക് പോവാം. വേർഡ്സ്വർത്തിൻ്റെ കുറച്ചേറെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ട് എഗെയിൻ ഒരു ഷോർട്ട് എസ്സേ ആയിട്ടോ ലോങ് എസ്സേ ആയിട്ടോ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്.
അപ്പോൾ വേർഡ്സ്വർത്തിനെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്ത ഫിലോസഫർ റൂസോ ആണെന്ന് പറഞ്ഞു. വേർഡ്സ്വർത്തും കോളറിഡ്ജിൻ്റെയും കൂടെ പബ്ലിക്കേഷനായ ലിറിക്കൽ ബാലൻസ്, പ്രിഫേസ് വിത്ത് ലിറിക്കൽ ബാലൻസ് അല്ലെങ്കിൽ ലിറിക്കൽ ബാലൻസിൻ്റെ പബ്ലിക്കേഷനോടുകൂടിയാണ് റൊമാൻറ്റിക് മൂവ്മെൻറ്റ് തുടങ്ങുന്നത്. ദാറ്റ് ഈസ് ഇൻ 1798. ഓക്കെ, ഇനി വേർഡ്സ്വർത്തിന് എന്താണ് റൂറൽ ലൈഫിനെ പറ്റി പറയാനുള്ളത്? എന്താണ് വേർഡ്സ്വർത്തിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ പോയിട്രി? ദെൻ വാട്ട് ഈസ് ഇമാജിനേഷൻ? അങ്ങനെ കുറേ കാര്യങ്ങൾ, ഡെഫിനിഷൻ ഓഫ് പോയിട്രി, ഇതൊക്കെയാണ് ഇതിനകത്ത് ഡീൽ ചെയ്യുന്നത്. എന്തായാലും ഫ്രഞ്ച് ഫിലോസഫറായിട്ടുള്ള റൂസോ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തു. ഫ്രഞ്ച് ഫിലോസഫറായിട്ടുള്ള റൂസോ ഈ റൂറൽ ലൈഫിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ, അല്ലെ കൺട്രി സൈഡിൽ ലീവ് ചെയ്യുന്നതിൻ്റെ, അല്ലെ കൺട്രി സൈഡിൽ ജീവിക്കുന്നവരുടെ ഒരു മൊറാലിറ്റിയെ പറ്റി വളരെ അധികം കൺസേൺ ആയിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം ഫ്രഞ്ച് ഫിലോസഫറായ റൂസോ അദ്ദേഹത്തിൻ്റെ വാർഡിനെ, എന്ന് വെച്ചാൽ ദത്തു മകൻ ദത്തു പുത്രൻ എന്നൊക്കെ പറയത്തില്ലേ, ആ വാർഡിനെ കൺട്രി സൈഡിൽ എഡ്യൂക്കേറ്റ് ചെയ്തത്. ഇനി വേർഡ്സ്വർത്ത് കൂടുതലും റൂറൽ ലൈഫിൽ നിന്നുള്ള തീംസാണ് കൂടുതലായിട്ട് അദ്ദേഹം അഡോപ്റ്റ് ചെയ്തത്, പോയത്തിനകത്തോട്ട് അഡോപ്റ്റ് ചെയ്തത് റൂറൽ ലൈഫിൽ നിന്നുള്ള തീംസുകളാണ്. എന്തുകൊണ്ടാണ് റൂറൽ ലൈഫിൽ നിന്നുള്ള തീംസുകൾ എടുത്തതെന്ന് നോക്കാം. അപ്പം അതിൻ്റെ 2 റീസൺസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഈ ഒരു റൂസോ പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്, കമ്മ്യൂണിറ്റിയെക്കാളും നല്ലത് പ്രീ പൊളിറ്റിക്കൽ സൊസൈറ്റിയാണ്. ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു സിവിലൈസേഷൻ്റെ സൊസൈറ്റിയിലാണ്, സിവിലൈസ്ഡ് സൊസൈറ്റിയിലാണ്. അപ്പം ഇതിന് മുമ്പുണ്ടായിരുന്നു, ഇപ്പം ആളുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്നാൽ ഈക്വൽ ആയിട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇങ്ങനെ സിവിലൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതിന് മുമ്പ്, സിവിലൈസേഷനും അഗ്രികൾച്ചറൊക്കെ വരുന്നതിന് മുമ്പ് ആളുകൾ ഇങ്ങനെ പല ഹണ്ടിങ്ങിലൊക്കെ ഇൻവോൾവായി ഒരേ സമയം എല്ലാവരും ഈക്വലും ഇൻഡിപെൻഡൻറ്റും ആയിട്ടിരുന്ന ആ ഒരു പ്രീ പൊളിറ്റിക്കൽ സൊസൈറ്റി. ആ പ്രീ പൊളിറ്റിക്കൽ സൊസൈറ്റിയിലായിരുന്നു ശരിക്കും ആ ഒരു ഒറിജിനൽ പ്യൂരിറ്റി ഉണ്ടായിരുന്നത്, ഒരു പ്യൂരിറ്റി ഓഫ് ഹ്യൂമൻ മൈൻഡ് ഉണ്ടായിരുന്നത്. എനിവേ അതിലേക്ക് നമുക്കിനി തിരിച്ചു പോകാൻ പറ്റത്തില്ല ഒരിക്കലും. ആ ഒറിജിനൽ പ്യൂരിറ്റി പ്രീ പൊളിറ്റിക്കൽ സൊസൈറ്റിയിലുണ്ടായിരുന്ന, അല്ലെ പ്രീ പൊളിറ്റിക്കൽ മാനിലുണ്ടായിരുന്ന ആ ഒറിജിനൽ പ്യൂരിറ്റി നമുക്കൊരിക്കലും റിക്കവർ ചെയ്ത് അല്ലെ റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. സോ അപ്പം ഇനി നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു ചെറിയ നേർവട്ടമെങ്കിലും കാണണമെങ്കിൽ ആ ഒരു പ്രീ പൊളിറ്റിക്കൽ സൊസൈറ്റിയിലുണ്ടായിരുന്ന ഒരു പ്യൂരിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത് അർബൻ സൊസൈറ്റിയെക്കാളും എവിടെയാണ്? റൂറൽ അറ്റ്മോസ്ഫിയറിലായിരിക്കും. എ ഗ്ലിംസ് ഓഫ് ദിസ് ഹാപ്പി സ്റ്റേറ്റ് ഓഫ് ലൈഫ് ഈസ് ബാക്ക്വേർഡ് ഫ്രം ദി അർബൻ മിലിയു ഓഫ് മോഡേൺ ലൈഫ്. ഇങ്ങനത്തെ ഈ ഒരു അന്ന് പ്രീ പൊളിറ്റിക്കൽ സൊസൈറ്റിയിലുണ്ടായിരുന്നു, പ്രീ പൊളിറ്റിക്കൽ മാനിനുണ്ടായിരുന്ന ഒരു പ്യൂരിറ്റി ഇല്ലേ, ആ ഒരു പ്യൂരിറ്റി നമുക്കൊരിക്കലും അർബൻ ലൈഫിൽ ഇനി കാണാൻ പറ്റില്ല. പിന്നെ എവിടെ കാണാൻ പറ്റുള്ളൂ? റൂറൽ ലൈഫിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. വേർഡ്സ്വർത്ത് കണ്ടന്റ് ദാറ്റ് ദി മൈൻഡ് ഫങ്ഷൻ നാച്ചുറലി ഇൻ സച്ച് ആൻ അറ്റ്മോസ്ഫിയർ. അപ്പം അങ്ങനെ ഒരു പ്രീ പൊളിറ്റിക്കൽ സൊസൈറ്റി അല്ലെ റൂറൽ ലൈഫിലായിരിക്കും മൈൻഡ് ഏറ്റവും നാച്ചുറലായിട്ട് ഫങ്ഷൻ ചെയ്യുക. കാരണം അവിടെ പ്രത്യേകിച്ച് ഒരു കൺസ്ട്രെയിൻസ് ഇല്ല, ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ല. അപ്പം അത്തരത്തിൽ എന്താ പറയുക, ഏറ്റവും നല്ല നാച്ചുറലായിട്ടുള്ള ഇമോഷൻസ് വരുന്നത് എത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്? ഇങ്ങനെ ഈ പ്രീ പൊളിറ്റിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഈ പ്രീ പൊളിറ്റിക്കൽ സൊസൈറ്റി അല്ലെ പ്രീ പൊളിറ്റിക്കൽ പ്യൂരിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത് റൂറൽ ലൈഫിൽ മാത്രമാണ്. അപ്പോൾ ആ റൂറൽ ലൈഫിൽ, പ്രീ പൊളിറ്റിക്കൽ പ്യൂരിറ്റി ഉള്ള റൂറൽ ലൈഫിൽ നമ്മളുടെ ചിന്തകളും വളരെ പ്യൂരിഫൈഡ് ആയിരിക്കും. നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന അത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളും നന്മയുള്ളതായിരിക്കും. ആൻഡ് ഫീലിങ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ സച്ച് എ മൈൻഡ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് അൺക്ലട്ടേർഡ് വുഡ് ബി ജെനുവിൻ ആൻഡ് ദെയർഫോർ കുഡ് ബി റിഫ്ലക്റ്റഡ് ഓൺ. സോ അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റേറ്റിൽ, അല്ലെങ്കിൽ ആ ഒരു പ്യൂരിറ്റി ഉള്ള പ്രീ പൊളിറ്റിക്കൽ റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ഫീലിങ്സും വളരെ ജെനുവിൻ ആയിരിക്കും. ഇത്തരത്തിലുള്ള ഫീലിങ്സിൽ നിന്ന് വരുന്ന ആക്ഷൻസും പ്രവൃത്തികളും തീർച്ചയായിട്ടും സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ ജെനുവിൻ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയെന്ന് എനിക്കറിയാം. അതായത് പറഞ്ഞു വരുന്ന ഇതേ ഉള്ളൂ, നമ്മളുടെ ഒരു സിവിലൈസേഷന് മുമ്പുണ്ടായിരുന്ന ഒരു സൊസൈറ്റി, സിവിലൈസേഷന് മുമ്പ് ഉണ്ടായിരുന്ന സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈക്വലാണ്. അവിടെ ഒരു ഇൻഇക്വാലിറ്റിയുടെ ക്വസ്റ്റ്യനേ ഇല്ല, എല്ലാവരും ഈക്വലാണ്. അതുപോലെ തന്നെ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്, എല്ലാവർക്കും അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാം, ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഈ സൊസൈറ്റീനാണ് ഈ സിവിലൈസേഷൻ ബാർബാറിക് സൊസൈറ്റി എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ സൊസൈറ്റി, ഈ പ്രീ പൊളിറ്റിക്കൽ അല്ലെ പ്രീ സിവിലൈസ്ഡ് സൊസൈറ്റിയിലാണ് ഏറ്റവും പ്യൂരിറ്റി ഓഫ് ഹ്യൂമൻ മൈൻഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏറ്റവും നമ്മൾ പ്യൂരിറ്റിയിൽ നിലനിൽക്കുന്നത് ഈ സൊസൈറ്റിയിലാണ്. അപ്പോൾ ഈ ഒരു സൊസൈറ്റി, ഈ പ്യൂരിഫൈഡ് ആയിട്ടുള്ള, പ്യൂരിറ്റി കാത്തു സൂക്ഷിക്കുന്ന അത്തരത്തിലുള്ള ഈക്വലും ഇൻഡിപെൻഡൻറ്റുമായിട്ടുള്ള സൊസൈറ്റി നമുക്ക് കാണാൻ പറ്റുന്നത് റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമായിരിക്കും.
അപ്പം അത്തരത്തിലുള്ള റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മളുടെ മനസ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇമോഷൻസോ ഫീലിങ്സോ ഒക്കെ വരുവാണെങ്കിൽ അതും സ്വാഭാവികമായിട്ടും വളരെ ജെന്യുവൻ ആയിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള ഫീലിങ്സിൽ നിന്ന് ഇമോഷൻസിൽ നിന്ന് വരുന്ന ആക്ഷൻസും സ്പോണ്ടേനിയസും ജെന്യുവനും ആയിരിക്കും. സോ അതിൽ നിന്നാണ് വേർഡ്സ്വർത്തിൻ്റെ പോയട്രിയുടെ ഡെഫിനിഷൻ വരുന്നത്. പോയട്രി ഇസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് റികളക്റ്റഡ് ഇൻ ട്രാൻക്വിലിറ്റി നീഡ്സ് ടു ബി ക്വാളിഫൈഡ്. ആ ഒരു ഡെഫിനിഷൻ ഒന്ന് പഠിച്ചിരിക്കാം. പോയട്രി എന്ന് പറയുന്നത് എന്താണ്? സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ആണ്. ആര് കമ്പൽ ചെയ്തിട്ട് കൺസ്ട്രെയിൻ ചെയ്തിട്ടല്ല, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ് വിച്ച് റീകളക്റ്റഡ് ഇൻ ട്രാൻക്വിലിറ്റി. ട്രാൻക്വിലിറ്റി എന്ന് പറഞ്ഞാൽ കാംനെസ്. നമുക്ക് തന്നെ ഒന്ന് കമ്പയർ ചെയ്താൽ അറിയാം. അർബൻ ബാക്ക്ഗ്രൗണ്ട് റൂറൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ അർബൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു നോയ്സ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. റൂറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കളികളുടെയൊക്കെ ഒച്ചയൊക്കെ ഒഴിച്ചാൽ വളരെ കാമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. സോ അപ്പം യഥാർത്ഥ പോയട്രി എത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നേ വരത്തുള്ളൂ? റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നേ വരത്തുള്ളൂ. കാരണം അവിടെയാണ് ട്രൂ ഫീലിങ്സ് ഉള്ളത്. ട്രൂ ഫീലിങ്സിൽ നിന്ന് വരുന്ന ആക്ഷൻസും ഓഫ് കോഴ്സ് സ്പോണ്ടേനിയസും ജെന്യുവനും ആയിരിക്കും. These are feelings generated by contemplation of Wordsworth's famous definition of poetry as a spontaneous overflow of powerful feelings recollected in tranquility needs to be qualified. These are feelings generated by contemplation of scenes of life in rural surroundings, where proximity to nature and other circumstances of rural life serve to large extent to make such scene pure expression of incorrupt minds. സോ അപ്പം ഈ ഒരു ഇങ്ങനെ എന്താ പറയുക, റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന, റൂറൽ സറൗണ്ടിങ്സിൽ നിന്ന് വരുന്ന ഇമോഷൻസ് ശരിക്കും നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് വളരെ ഇൻകറപ്റ്റഡ് ആയിരിക്കും, പ്യുവർ എക്സ്പ്രഷൻസ് ആയിരിക്കും. കാരണം അവർ ഭയങ്കര റൂറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ ഭയങ്കര നേച്ചറുമായിട്ട് ക്ലോസ് ആയിട്ടിരിക്കും. നേച്ചറിൻ്റെ ആ ഒരു പ്യൂരിറ്റി, പ്യുവർ എക്സ്പ്രഷൻ അതെന്തായാലും ഈ റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പോയത്തിനകത്ത് അല്ല റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എറോസ് ചെയ്യുന്ന ഫീലിങ്സിന് നമുക്ക് കാണാൻ പറ്റും. Wordsworth's plea is not for a chaotic unleashing of passions. Poetry should be a kind of engagement with primeval innocence as far as it possible through a meditation on scene of life in the countryside. എന്ന് വെച്ച് വേർഡ്സ്വർത്ത് പറയുന്നില്ല നമുക്കും മനസ്സിൽ തോന്നുന്ന എല്ലാം വിത്തൗട്ട് കൺസ്ട്രെയിൻസ് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് പോയട്രി എന്ന്. നമുക്ക് വായി തോന്നുന്ന എല്ലാം അല്ല മനസ്സിൽ തോന്നുന്ന എല്ലാം അതേപോലെ എക്സ്പ്രസ് ചെയ്യേണ്ട ഒന്നാണ് പോയട്രി എന്നും വേർഡ്സ്വർത്ത് പറയുന്നില്ല. പിന്നെ പോയട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ പ്രിമീവിയൽ ഇന്നസെൻസ്. ഈ പ്രിമേവിയൽ ഇന്നസെൻസ് എന്ന് പറഞ്ഞ വേർഡ്സ്വർത്തിനെ സംബന്ധിച്ചുള്ള വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മളുടെ ചില ടിൻഡൻ അബ്ബേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോയുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഒരു ഇന്നസെൻസിനെ പറ്റി പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ജനിച്ച് വീഴുമ്പോഴേ നമ്മളിലൊരു ഇന്നസെൻസ് ഉണ്ട്. കൊച്ചു കുട്ടികളിലൊക്കെ ഇന്നസെൻസ് ഉണ്ടല്ലോ. ഇന്നസെൻസ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ലോകമായിട്ടുള്ള കണക്ഷൻ കൂടുതലായിരിക്കുക എന്നാണ് വേർഡ്സ്വർത്ത് ഇൻഫർ ചെയ്യുന്നത്. സോ അപ്പോൾ കാലം മുമ്പോട്ട് പോകുന്നതോറും എക്സ്പീരിയൻസ് വരുന്നു. എക്സ്പീരിയൻസിലൂടെ എന്ത് പറ്റുന്നു? എക്സ്പീരിയൻസിലൂടെ നമ്മളുടെ ആ ഒരു ഇന്നസെൻസ് വീക്കെൻഡായി പോകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഇന്നസെൻസ് നമുക്ക് കുറച്ചെങ്കിലും കാണാൻ പറ്റുന്ന എവിടെയാണ്? റൂറൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെ കൺട്രി സൈഡ്സാണ്. സോ അപ്പം വേർഡ്സ്വർത്തിനെ സംബന്ധിച്ചിടത്തോളം പോയട്രി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഇന്നസെൻസുമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഇന്നസെൻസുമായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് എൻഗേജ്മെൻ്റ് ആണ് പോയട്രി എന്ന് പറയുന്നത്. This is the truth of the poetry Wordsworth envisages in the preface of the lyrical bard. This is a truth which requires no empirical testimony and which is communicated alive to the heart of the reader. The mission of poetry would thus part to provide glimpse of the original innocent state of human mind as it interacts with the healthy environment. So അപ്പം വേർഡ്സ്വർത്തിനെ സംബന്ധിച്ചിടത്തോളം പോയട്രിയുടെ മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ്? നമ്മൾ ഈ പറയുന്ന ആ ഒരു ഇന്നസെൻസ് ഓഫ് ഹ്യൂമൻ മൈൻഡ്സ്. ഇന്നസെൻസ് ഓഫ് ഹ്യൂമൻ മൈൻഡ് ഏറ്റവും നമുക്ക് കാണാൻ പറ്റുന്ന എവിടെയാണ്? ഇന്നസെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രീ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സൊസൈറ്റിയിലായിരുന്നു. ആ ഇന്നസെൻസ് ഇപ്പം നമുക്ക് കുറച്ചെങ്കിലും ഒരളവിൽ കാണാൻ പറ്റുന്നത് റൂറൽ ബാക്ക്ഗ്രൗണ്ടിലാണ്, അല്ലെ റൂറൽ അല്ലെ കൺട്രി സൈഡിലാണ്. അപ്പം ഓരോ പോയട്രിയുടെ മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇന്നസെൻറ്റ് സ്റ്റേറ്റ് ഓഫ് ഹ്യൂമൻ മൈൻഡിനെ പറ്റി ചെറിയൊരു ഗ്ലിംസ് എങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് ഓരോ പോയട്രിയുടെ മിഷൻ. ദ മിഷൻ ഓഫ് പോയട്രി വുഡ് തസ് അപ്പിയർ ടു ബി പ്രൊവൈഡ് ഗ്ലിംസ് ഓഫ് ദി ഒറിജിനൽ ഇന്നസെൻ്റ് ഓഫ് സ്റ്റേറ്റ് ഓഫ് ഹ്യൂമൻ മൈൻഡ് ആസ് ഇറ്റ് ഇൻട്രാക്ട്സ് വിത്ത് എ ഹെൽത്തി എൻവയോൺമെൻറ്റ്. സോ അപ്പോൾ ഒന്നാമത്തെ റീസണാണ് പറഞ്ഞത്. ഒന്നാമത്തെ റീസൺ ഒരു കുറച്ച് ലെങ്തി ആയിരുന്നു. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഓർത്താൽ മനസ്സിലാവും. റൂറൽ ബാക്ക്ഗ്രൗണ്ടും അർബൻ ബാക്ക്ഗ്രൗണ്ടും എടുത്താൽ റൂറൽ ബാക്ക്ഗ്രൗണ്ടിലാണ് നമുക്ക് കുറച്ചെങ്കിലും ഒരു പ്യൂരിറ്റി കാണാൻ പറ്റുക. ഹ്യൂമൻ മൈൻഡിൻ്റെ പ്യൂരിറ്റി നമുക്ക് കുറച്ചെങ്കിലും കാണാൻ പറ്റുക.
അത്തരത്തിലുള്ള പ്യൂരിറ്റി ഉള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഫീലിങ്സും സ്വാഭാവികമായിട്ടും നന്മയുള്ളതായിരിക്കും. അത്തരത്തിലുള്ള ഫീലിങ്സിൽ നിന്ന് വരുന്ന ആക്ഷൻസും നല്ലതായിരിക്കും, അല്ലെങ്കിൽ സ്പോണ്ടേനിയസും ജെനുവനുമായിരിക്കും. ഇതുകൊണ്ടാണ് വേർഡ്സ്വർത്ത് ഓഫ് കോഴ്സ് ഈ റൂറൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ റൂറൽ തീംസ് കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ പോയിട്രിയിൽ അഡോപ്റ്റ് ചെയ്തത്. പിന്നെ നമ്മൾ ഡെഫിനിഷൻ ഓഫ് പോയട്രി പറഞ്ഞു, വേർഡ്സ്വർത്തിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. മിഷൻ ഓഫ് പോയട്രി ടു പ്രൊവൈഡ് ഗ്ലിംസ് ഓഫ് ദി ഒറിജിനൽ ഇന്നസെൻറ്റ് സ്റ്റേറ്റ് ഓഫ് ഹ്യൂമൻ മൈൻഡ് ആസ് ഇറ്റ് ഇൻടാക്ട്സ് വിത്ത് ഹെൽത്തി എൻവയോൺമെൻറ്റ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് രണ്ടാമതായിട്ട് അദ്ദേഹം റൂറൽ തീംസ് എടുത്തതിൻ്റെ റീസൺ ചോദിച്ചാൽ, ദ ജെനസിസ് ഓഫ് പോയട്രി ഒക്കേഴ്സ് ഇൻ ആൻ അൺപൊല്യൂട്ടഡ് അറ്റ്മോസ്ഫിയർ ഓഫ് ദി കൺട്രി സൈഡ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്യൂരിറ്റി, ഹ്യൂമൻ മൈൻഡിൻ്റെ പ്യൂരിറ്റി ഏറ്റവും അധികം കാണാൻ പറ്റുന്നത് റൂറൽ ബാക്ക്ഗ്രൗണ്ടിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് കൺട്രി സൈഡ്. അപ്പോൾ ഒരു പോയട്രി, നല്ലൊരു പോയട്രി വരണമെങ്കിൽ അത്തരത്തിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. അതായത് അൺപൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കൺട്രി സൈഡാണ്, അൺപൊല്യൂട്ടഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് കൺട്രി സൈഡിൽ ഉള്ളത്. Although there is no dearth of passions in other parts of the world, and also hence poetry is and such passions would well be articulated with such experience. Poetry is born of the interplay of mind in a state of purity with a wholesome natural environment. Such is a situation that can flood the poet's mind with feelings which embody truth and which emancipate from truth. സോ ഇത്രേ പറഞ്ഞു വരുന്നുള്ളൂ. പോയട്രി എന്ന് പറയുന്നത്, നല്ല പോയട്രി വരണമെങ്കിൽ നല്ല എൻവയോൺമെൻറ്റും വരണം. അപ്പം നല്ല എൻവയോൺമെൻറ്റ് എവിടെയാണുള്ളത്? റൂറൽ ബാക്ക്ഗ്രൗണ്ടിലാണ്. സോ ഇതുകൊണ്ടാണ് റൂറൽ തീംസ് എടുത്തത്. രണ്ടും ഒരു വിധത്തിൽ പറഞ്ഞ ഒരേ കാര്യമാണ്. റൂറൽ ബാക്ക്ഗ്രൗണ്ടിലാണ് ഹ്യൂമൻ മൈൻഡ് ഏറ്റവും നല്ല പ്യൂരിറ്റിയോടെ പ്രവർത്തിക്കുക. രണ്ടാമതായിട്ട് പറഞ്ഞത് എന്താണ്? റൂറൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്യൂരിറ്റി ഉള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ അൺപൊല്യൂട്ടഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പോയട്രി സ്വാഭാവികമായിട്ടും നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ റൂറൽ സൈഡ് കൂടുതലായിട്ടും വേർഡ്സ്വർത്ത് അദ്ദേഹത്തിൻ്റെ തീമായിട്ട് എടുത്തത്. അപ്പോൾ വേർഡ്സ്വർത്ത് ചോയ്സ് ഓഫ് തീംസ് ഫ്രം ദി വൈബ്രന്റ് റൂറൽ ലൈഫ്. 2 reasons. Mind function naturally in rural atmosphere. Feeling experienced by such a mind would be genuine. Action prompted by such emotion would be spontaneous and genuine. Second reason, genesis of poetry occurs in the unpolluted atmosphere of the countryside. Poetry is born out of the interplay of mind in a state of purity with a wholesome rural natural environment. പിന്നെ ഡെഫിനിഷൻ ഓഫ് പോയട്രി പറഞ്ഞു. മിഷൻ ഓഫ് പോയട്രി ടു പ്രൊവൈഡ് ഗ്ലിംസസ് ഓഫ് ദി ഒറിജിനൽ ഇന്നസെൻറ്റ് സ്റ്റേറ്റ് ഓഫ് ഹ്യൂമൻ മൈൻഡ് ആസ് ഇറ്റ് ഇൻടാക്ട്സ് വിത്ത് എ ഹെൽത്തി എൻവയോൺമെൻറ്റ്. പിന്നെ അദ്ദേഹം ഇമാജിനേഷനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ വേർഡ്സ്വർത്തിൻ്റെ പോയട്രിയുടെ കോർണർ സ്റ്റോൺ, മൂലക്കല്ലെന്ന് പറയുന്നത് നേച്ചറാണ്. നേച്ചറിനെ പറ്റിയാണ് വേർഡ്സ്വർത്ത് ഏറ്റവും അധികം സംസാരിക്കുന്നത്. പിന്നെ വേർഡ്സ്വർത്ത് പറയുന്നുണ്ട് എന്താണ് ഇമാജിനേഷൻ എന്ന് പറയുന്നുണ്ട്. ഇമാജിനേഷനെ പറ്റി കോളറിജിനും ഡെഫിനേഷനുണ്ട്, വേർഡ്സ്വർത്തിനും ഡെഫിനേഷനുണ്ട്. രണ്ടും വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ വേർഡ്സ്വർത്ത് ടേക്ക് കെയർ ടു പോയിൻ്റ് ഔട്ട് ദി പോയറ്റ് മസ്റ്റ് ബി ഇമാജിനേറ്റീവ് ടു. പോയറ്റ് ഇങ്ങനെ ഒരു റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ പോയാൽ മാത്രം എഴുതിയ പോരാ. ഒരു സാധാരണ ആൾക്കിപ്പോൾ ഒരു പ്രകൃതി നിരീക്ഷിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കിട്ടുന്നത് പോലല്ല. പോയറ്റ് ഒരേ സമയം ഇമാജിനേറ്റീവും കൂടെ ആവണം. ഇമാജിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇമാജിനേഷൻ ഇസ് റിക്വയർഡ് ഫോർ ദി അപ്രിഹെൻഷൻ മീനിങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ട്രൂത്ത്. ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അപ്രിഹെൻഷൻ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ദി ഇന്നേറ്റ് ഇന്നസെൻസ് ഇൻ ദ അപ്പാരൻ്റ്ലി ഡൾ ആൻഡ് ഫെമിലിയർ ഇൻസിഡൻസ്. ആ ഒരു ഇന്നസെൻസിനെയാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇമാജിനേഷൻ ഈസ് റിക്വയർഡ് ഫോർ ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ട്രൂത്തിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ട്രൂത്ത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്നേറ്റ് ഇന്നസെൻസ്, നമുക്ക് ജന്മനാ ഉള്ള ഇന്നസെൻസിനെയാണ് ഇവിടെ ട്രൂത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ ആ ഒരു ഇന്നേറ്റ് ഇന്നസെൻസിനെ കണ്ടെത്തുക, അല്ലെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമാജിനേഷൻ. നമ്മൾ കാണുന്ന ഓരോ അരിമണിയിലും നന്മ കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഓരോ അരിമണികളിലും നമ്മൾ കാണുന്ന ഓരോ മഴത്തുള്ളിയിൽ വരെ ആ ഒരു പ്യൂരിറ്റി, ഇന്നസെൻസ് അത് മനസ്സിലാക്കുക, അല്ല കണ്ടെത്തുക എന്നുള്ളതാണ് ഇമാജിനേഷൻ കൊണ്ട് പോയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് റീക്രിയേറ്റ് ദ സിറ്റുവേഷൻ ഇൻ സച്ച് എ വേ ദാറ്റ് truth becomes manifest. It also helps to cast a thin film of strangeness over the real and the familiar so that they require a unique charm. പിന്നെ അതുപോലെ തന്നെ വേർഡ്സ്വർത്ത് പറയുന്ന ഒരു കാര്യമാണ്, വേർഡ്സ്വർത്തിനെ സംബന്ധിച്ചിടത്തോളം ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ അൺഫെമിലിയർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് വേർഡ്സ്വർത്തിൻ്റെ ഒരു രീതി.
അപ്പോൾ എല്ലാത്തിലും ഇപ്പം ഒരു പോയം എടുക്കുമ്പോഴത്തേനും എല്ലാത്തിനകത്തും ഒരു സ്ട്രേഞ്ച്നെസ്, ഒരു തിൻ ഫിലിം ഓഫ് സ്ട്രേഞ്ച്നെസ് എപ്പോഴും എല്ലാ പോയത്തിൻ്റെ കൂട്ടത്തിലും തിൻ ഫിലിം ഓഫ് സ്ട്രേഞ്ച്നെസ് എപ്പോഴും വേർഡ്സ്വർത്ത് കാണിക്കാറുണ്ട്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള തീംസ് ആയിരിക്കും എപ്പോഴും എടുക്കുന്നത്. ഇപ്പോൾ ഡാഫഡിൽസ് എന്ന് പറഞ്ഞ പോയുണ്ട്, പിന്നെ ദ സോളിറ്ററി റീപ്പർ ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള തീംസാണ്, അല്ലെ ഫെമിലിയർ ആയിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വളരെ കോമൺ ഇൻസിഡൻസ് ആണ്. പക്ഷെ അതൊരു വളരെ ഒരു ഡിഫറെൻറ്റ് ലൈറ്റിൽ, ഒരു സ്ട്രേഞ്ച്നെസ്സിൻ്റെ ലൈറ്റിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് ഫെമിലിയർ സോ ദാറ്റ് ദേ റിക്വയർ എ യുണീക്ക് ചാം. ഒരു യുണീക്ക് ചാം ഇങ്ങനെ ഫെമിലിയർ ഇൻസിഡൻസിന് കൊടുക്കുന്നതാണ് വേർഡ്സ്വർത്തിൻ്റെ ഒരു രീതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആയെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് പറയാം വേർഡ്സ്വർത്തിൻ്റെ പോയട്രിയുടെ പ്രത്യേകത. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷൻ ഓഫ് പോയട്രി. പോയട്രി ഇസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് റീകളക്റ്റഡ് ഇൻ ട്രാൻക്വിലിറ്റി. അപ്പോൾ ആ ഒരു ഡെഫിനേഷൻ ഓർത്തിരിക്കാം. പിന്നെ പറഞ്ഞത് മിഷൻ ഓഫ് പോയട്രി. മിഷൻ ഓഫ് പോയട്രി എന്താണ് മിഷൻ ഓഫ് പോയട്രി ആയിട്ട് പറയുന്നത്? മിഷൻ ഓഫ് പോയട്രി ഈസ് ടു പ്രൊവൈഡ് ഗ്ലിംസ് ഓഫ് ദി ഒറിജിനൽ ഇന്നസെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ഓഫ് ഹ്യൂമൻ മൈൻഡ് ആസ് ഇറ്റ് ഇൻട്രാക്ട്സ് വിത്ത് എ ഹെൽത്തി എൻവയോൺമെൻറ്റ്. അപ്പം റൂസോയുടെ ആ ഒരു ഇൻഫ്ലുവൻസിൽ വേർഡ്സ്വർത്ത് എപ്പോഴും പറയുന്നത് റൂറൽ ബാക്ക്ഗ്രൗണ്ടിലാണ് ഏറ്റവും നമ്മളുടെ ആ ഒരു പ്രിമീവിയൽ ഇന്നസെൻസ്, അല്ലെങ്കിൽ ആ ഒരു പ്യൂരിറ്റി ഓഫ് ഹ്യൂമൻ മൈൻഡ് ഏറ്റവും നമുക്ക് എവിഡൻ്റ് ആക്കുന്നത് റൂറൽ ബാക്ക്ഗ്രൗണ്ടിലാണ്, റാദർ ദാൻ അർബൻ ബാക്ക്ഗ്രൗണ്ട്. സോ അപ്പം അത്തരത്തിലുള്ള റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പോയട്രി, ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാം സ്പോണ്ടേനിയസും അതുപോലെ തന്നെ ജെന്യൂനും ആയിരിക്കും എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. സോ അപ്പോൾ ഇന്നസെൻസിനെ പറ്റി ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്യുന്നു. ഈ ഇന്നസെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് സിവിലൈസേഷൻ ഒത്തിരി ഹ്യൂമൻ മൈൻഡിൻ്റെ ആ ഒരു ഇന്നസെൻസ് നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കും തോറും എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ഇന്നസെൻസ് കുറഞ്ഞു വരും. അപ്പോൾ ആ ഒരു കാര്യം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വേർഡ്സ്വർത്ത് ചേർത്ത് വെക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ ഷോർട്ടായിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ്. ഒത്തിരി ഇതൊക്കെ വെരി ലോങ് ഒത്തിരി ദിവസത്തോളം നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്സാണ്. പക്ഷേ ഇത് വളരെ കുറച്ചാക്കി വളരെ മിനിമൈസ് ചെയ്തിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇച്ചിരി കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ളത്. അത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. താങ്ക് യു.